നിസ്കാരത്തിന് നല്ല ഭക്തി വേണമെങ്കിൽ ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാണ്, ഇനി നിസ്കരിക്കാനുള്ള ആയുസ് എൻ്റെ ജീവിതത്തിലില്ല എന്ന തോന്നലോടുകൂടി, എന്ന ചിന്തയോടുകൂടി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. നമ്മൾ അവസാനത്തെ നിസ്കാരമാണെങ്കിൽ ഭയങ്കര ഖുശൂഅോടുകൂടി നിസ്കരിക്കൂലേ, ആ ചിന്ത ഒന്നാമതായി മനസ്സിലേക്ക് കൊണ്ടുവരാം. രണ്ടാമത്തതോ, നിസ്കാരത്തിൽ ഭയഭക്തി കിട്ടാൻ സുജൂദിൻ്റെ സ്ഥലത്തേക്ക് മാത്രം നോക്കുക. നമ്മൾ നിസ്കരിക്കാൻ കഴിയട്ടിക്കാൻ ഇങ്ങനെയല്ല നോക്കുക. അപ്പം മുന്നിലുണ്ടാവും ഇങ്ങനെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും, അതിന് ഇങ്ങനെ അർത്ഥം ചിന്തിക്കുന്നുണ്ടാവും. ഇപ്പം നിസ്കാരത്തിന് പള്ളിയിലേക്കെല്ലാം വന്നു കഴിഞ്ഞാൽ മുന്നിലത്തെ സഫിൽ ഒരു ചെറുപ്പക്കാരൻ ടീ-ഷർട്ട് ഇട്ട് വന്നിട്ടുണ്ടാവും, അവൻ്റെ ഷർട്ടിൻ്റെ ബാക്കിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും ഇംഗ്ലീഷിൽ. ഇതിൻ്റെ ബാക്കിൽ അവൻ്റെ ബാക്കിൽ നിന്നിട്ട് നിസ്കരിക്കാൻ നമ്മൾ ഫാത്തി ഓതുമ്പോൾ ഇത് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം ചിന്തിക്കും. ഫാത്തിൻ്റെ അർത്ഥമല്ല, മറ്റേ ഇംഗ്ലീഷിൻ്റെ അർത്ഥം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ നോട്ടം സുജൂദിലേക്കാക്ക്. അത്തഹിയാത്ത് പറയുമ്പോൾ ഇല്ലല്ലാന്ന് പറയുന്നത് വരെ, ഇല്ലല്ലാന്ന് പറഞ്ഞാൽ പിന്നെ ആ വിരലിലേക്ക് തന്നെ നോക്കാം. അതുവരെ നോട്ടം എവിടേക്ക്? സുജൂദിലേക്ക് തന്നെ നോക്ക്. എന്നാൽ നല്ല ഭയഭക്തി ഉണ്ടാകും. മാത്രമല്ല ഓരോ നമസ്കാരത്തിനും ഓരോ തൂക്കമുണ്ട്. ഉമ്മമാര് കേട്ടോ, ഇന്ന ലിസ്വലാത്തിൽ മക്തൂബത്തി ഇൻദല്ലാഹി വസ്നാ, തീർച്ചയായും ഫർള് നിസ്കാരത്തിനൊരു തൂക്കമുണ്ട്, ളുഹറിനൊരു തൂക്കമുണ്ട്, സുബഹി തൂക്കം മനസ്സിലായില്ലേ? നമ്മൾ ളുഹറിനൊരു തൂക്കമുണ്ട്, ഒരു ഗനമുണ്ട്, അസറിനൊരു ഗനമുണ്ട്, അങ്ങനെ എല്ലാത്തിനും ഓരോ തൂക്കമുണ്ട്. എന്നാൽ ആ നിസ്കാരം കഴിഞ്ഞാൽ അതിൻ്റെ തൂക്കത്തിന് വല്ല കുറവും വന്നാൽ, ആ നന്മയുടെ തൂക്കത്തിന് വല്ല കുറവും വന്നാൽ, ആ തൂക്കം കുറഞ്ഞതെന്തിൻ്റെ പേരിലാണ് എന്നതിനെ സംബന്ധിച്ചു അവനോട് വിചാരണ ചെയ്യപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മൾ നിസ്കരിക്കുമ്പോൾ, ഈ ഉമ്മമാർ കേൾക്കണേ, നമ്മൾ നിസ്കരിക്കുമ്പോൾ വലതുഭാഗത്തൊരു മലക്കുണ്ട്, ഇടതുഭാഗത്തും ഒരു മലക്കുണ്ട്. നമ്മൾ നിസ്കരിക്കുമ്പോൾ വലതുഭാഗത്തൊരു മലക്കുണ്ട്, ഇടതുഭാഗത്തൊരു മലക്കുണ്ട്. എന്നിട്ടോ നമ്മൾ നിസ്കാരം പൂർത്തിയാക്കിയാൽ, നല്ല വൃത്തിയിൽ മനോഹരമായി നിസ്കരിച്ചാൽ, ആ രണ്ടു മലക്കുകളും ആ നിസ്കാരവുമായി അല്ലാഹുവിലേക്ക് ഉയർന്നു പോകുന്നതാണ്. ഇനിയോ വൈലം യുതിമ്മഹാ, ആ നിസ്കാരം വേണ്ട വിധം നമ്മൾ നിസ്കരിച്ചിട്ടില്ലെങ്കിലോ, ആ നിസ്കാരത്തിൽ വല്ല പോരായ്മകളും വന്നു പോയാലോ, ആ മലക്ക് ലറബാബിഹാ അലാ വജ്ഹിഹി, ആ നിസ്കാരം കൊണ്ട് അവന്റെ മുഖത്തടിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.